ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ഥിരം വരുന്ന എൻ്റെ ഫേവറേറ്റ് സലൂണിൽ വന്നിട്ടുണ്ട് ഹെയർ കട്ടിന് വേണ്ടിയിട്ട്. കുറേ നാളായി ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ എത്രത്തോളം ലോങ് ആയി എന്നുള്ളത്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഇത്രയും ലോങ് ഹെയർ. മുടി വെട്ടി ഇപ്പോൾ എനിക്ക് കുറച്ച് വളരുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനും കെയർ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് സ്ഥിരം ചെയ്യുന്ന ബോബ് കട്ടല്ല കേട്ടോ. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 3-4 ഇയേഴ്സായി സെയിം ഹെയർ സ്റ്റൈലായിട്ട് ഞാൻ നടക്കുന്നു. ചില സമയത്ത് ലോങ് ആക്കും, ചില സമയത്ത് ഷോർട്ട് ആക്കുന്നല്ലാതെ എപ്പോഴും ബോബ് കട്ട് തന്നെയാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം ഒരു ബർത്ത്ഡേ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ കരുതി വേറെ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ കുറച്ച് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചത് സ്റ്റൈൽസിനെ കാണിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് എനിക്ക് ചേരും എന്ന് തോന്നിയ ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി അവർ ഹെയർ വാഷ് ചെയ്തിട്ടാണ് ഹെയർ കട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് വന്ന കാരണം ഹെയർ പിന്നെ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ തുടങ്ങി. മുടി ആദ്യം തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടി അങ്ങോട്ട് ഷോർട്ട് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഹെയർ ഷോർട്ടാക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഹെയർ നന്നായിട്ട് ലോസ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല ഹെവി ഹെയർ ഫോൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്ടാക്കുമ്പോൾ ഹെയറിന് തിക്നെസ് കുറവായ കാരണം അത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ഹെയർ കട്ട് ചെയ്ത് കളയല്ലേ, അപ്പോൾ അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല. മുടി വെട്ടാൻ വേണ്ടി എനിക്ക് കൂട്ടിനായിട്ട് പട്ടുബേബിയും വന്നിട്ടുണ്ട് കേട്ടോ. പട്ടുബേബി നല്ല കുട്ടിയായിട്ട് കുറുമ്പൊന്നും കാണിക്കാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായി മുടി വെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നോക്കി എല്ലാം ഒത്തു വന്നത് ഇന്നാണ്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ബർത്ത്ഡേൻ്റെ തലേദിവസമാണ് മുടി വെട്ടുന്നത്. പിന്നെയും നമുക്ക് പെഡിക്യൂറും മാനിക്യൂറും പിന്നെ നെയിൽ എക്സ്റ്റൻഷൻ അതുപോലെ കുറച്ച് സർവീസുകളൊക്കെ ചെയ്യാനുണ്ട്, ഒരു ബർത്ത്ഡേ ഗ്ലോ അപ്പ് പോലെ. അപ്പോൾ എല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോസിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഹെയർ കട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ചെയ്തിട്ടുള്ള കളർ ഉണ്ടല്ലോ, ഹെയർ ഷോർട്ടാക്കണ കാരണം അതൊക്കെ കട്ട് ചെയ്ത് പോകും. പിന്നെ നന്നായിട്ട് ഷോർട്ടാക്കണ കാരണം കുറച്ച് ചിലപ്പോൾ ഉണ്ടാവും ചില ഭാഗത്തൊക്കെ. അപ്പോൾ അത് നമുക്ക് ഔട്ട്കം കാണുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെയായിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഹെയർ കളർ ചെയ്തിട്ട് ഒരു 6-7 മന്ത്സ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. ഹെയർ കളറും ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായി. പക്ഷേ ഹെയർ കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. എസ്പെഷ്യലി എൻ്റെ ഹെയറിൽ കുറേ ടൈം എടുക്കാറുണ്ട്. അത് കാരണം ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എന്തായാലും വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും നല്ല നൈസായിട്ടുള്ള കളർ ചെയ്ത് നോക്കണം. ഹെയർ സ്റ്റൈലിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എൻ്റെ ഒരു ഫേസിനും എൻ്റെ ഹെയർ ടൈപ്പിനും ചേരുന്ന ഒരു ഹെയർ കട്ട്. അതായത് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെയേഴ്സ്, ഫ്രണ്ട് സൈഡിലും ലെയേഴ്സ് തന്നെ എലോങ് വിത്ത് ഫ്രിഞ്ചസ് ആണ് ഞാൻ പറഞ്ഞത്. വുൾഫ് കട്ട് പോലത്തെ തന്നെ ഒരു സംഭവം, പക്ഷെ എന്നാൽ വുൾഫ് കട്ട് അല്ല.
miss me. But if it's me looking down on me, the world above must also be. This could go on for infinity. Color coded just to keep me sane. My world is റൈറ്റ് സൈഡിൻ്റെ ഭാഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, ഇത്തിരി ആശ്വാസമായി. പിന്നെ നന്നായിട്ട് ഹെയർ ഷോർട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ നമുക്കിപ്പോൾ ഒന്ന് പോണിറ്റൈൽ കെട്ടണം, അല്ലെങ്കിൽ ഹെയർ ഒന്ന് ജസ്റ്റ് കുറച്ചെടുത്ത് ക്ലിപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റില്ല. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെ ഫ്രീ ഹെയർ ആയിട്ട്, ഓപ്പൺ ഹെയർ ആയിട്ട് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ 2 നേരം സുംബ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന കാരണം ഹെയർ ഓപ്പൺ ഹെയർ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഷോർട്ട് ഹെയർ ആക്കി കഴിഞ്ഞ കാരണം നമുക്ക് ഇനി ആ ഒരു ഓപ്ഷൻ മാത്രമേ ഇനിയുള്ളൂ. color coded just to keep me sane. My world is finally starting to take shape. I press the button and it bursts into life. This time nothing will escape my sight. I see the stars and the planets soon follow. Expect to have the universe by tomorrow. Just sit back and relax, don't worry. The world can wait, no need to hurry. ഹെയർ കട്ട് കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഇനി ഹെയർ സ്റ്റൈൽ ചെയ്ത് തരേണ്ടതെന്ന്. സ്ട്രെയിറ്റ്നർ വെക്കണോ, അല്ലെങ്കിൽ കേളർ വെച്ചിട്ട് നന്നായിട്ട് കേൾ ചെയ്ത് തരണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രൈ ചെയ്താൽ മതിയോ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ഒരു നാച്ചുറൽ ഹെയറിൻ്റെ ലുക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഹെയർ ഡ്രയർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നാൽ മതി. ബിക്കോസ് എനിക്ക് ഇത് എങ്ങനെയാണ് എക്സാക്ട്ലി കാണാമെന്നുള്ളത് മനസ്സിലാവും. ബിക്കോസ് ഒരു ദിവസം ഹെയർ സെറ്റ് ചെയ്യുന്നത് അന്നത്തെ ദിവസം മാത്രം മുന്നിൽ നടക്കുന്നതിനേക്കാൾ എൻ്റെ ഹെയർ എങ്ങനെയാണ് നാച്ചുറൽ ലുക്ക് ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ
ഇഷ്ടമായോ? ഞാൻ എന്തായാലും ബാക്ക് സൈഡൊക്കെ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് ഇപ്പോൾ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. This could go on for infinity. Color coded just to keep me sane. My world is finally starting to take shape. I press the button and it bursts into life. This time nothing will escape my sight. I see the stars and the planets soon follow. Expect to have the universe by tomorrow. Just sit back and relax, don't worry. The world can wait. No need to hurry. ഇതാണ് ഗൈസ് ഫൈനൽ ഔട്ട്പുട്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കാണുന്നത്. എൻ്റെ ഹെയർ ഹൈലൈറ്റ് ചെയ്തതിൻ്റെ കുറച്ചൊക്കെ ഈ ലെയേഴ്സിൻ്റെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാം. അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഷോർട്ട് ഹെയർ. എനിക്ക് സ്യൂട്ടാവണ പോലെ തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബോബ് കട്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് ടൈം ബോബ് കട്ട് തന്നെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനെ ലെയറായിട്ട് കിടക്കുമ്പോൾ ഹെയർ ചില സമയത്തൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.